ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് രാജയോഗം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങളാണ്. സ്വത്തും സ്വർണവും കുന്നോളം വന്നു നിറയും. ഇന്ന് സൂര്യോദയം മുതൽ രാജയോഗ സമാനമായ ജീവിതമാണ് നിങ്ങൾക്കിനി വന്നു ചേരുക. ഇന്നു മുതൽ ആരംഭിക്കുന്ന മെയ് മാസം ജ്യോതിഷപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. അതായത് ത്രിഗ്രഹി യോഗം, മംഗളാദിത്യ ബുധാദിത്യ രാജയോഗങ്ങൾ എന്നിവ ഒരുമിച്ചു വരുന്നതിനാൽ ഈ സമയം ചില നക്ഷത്ര ജാതകർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ അപ്രതീക്ഷിതമായ പുരോഗതിയും സമ്മാനിക്കുന്ന സമയമാണ്. സാധാരണയായി 3 പ്രധാന ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒന്നിച്ചു വരുമ്പോൾ മാത്രമാണ് ത്രിഗ്രഹി യോഗം രൂപപ്പെടുന്നത്. അതായത് കർമ്മം, ധനം, സാമൂഹിക പദവി എന്നിവയ്ക്കൊരു ശക്തമായ സമയമായി ഇതിനെ നാം കണക്കാക്കുന്ന കാലമാണ്. 2026 മെയ് മാസം, അതായത് ഇന്നു മുതൽ ഈ യോഗം തുടങ്ങുന്നതാണ്. ഭാഗ്യം, ശക്തി, സമൃദ്ധി എന്നിവ നൽകുന്ന 2 രാജയോഗങ്ങളുമായി ഒത്തുചേരുന്നു. സൂര്യനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് മംഗളാദിത്യ യോഗം ഉണ്ടാകുന്നത്. ഇത് ധൈര്യം, ഊർജം, നേതൃത്വ ഗുണം, കാര്യക്ഷമമായ പ്രവർത്തനം എന്നിവയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഭാവങ്ങളെല്ലാം തന്നെ അനുകൂലമായ രീതിയിൽ വരികയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അതുപോലെ ധീരമായ തീരുമാനങ്ങൾ, ഭൂമി ഇടപാടുകൾ, ഇതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്യുന്ന ആളുകൾ, ഇവർക്കും ബിസിനസ് നടത്തുന്ന ആളുകൾക്കും വളരെ വലിയ ഉയർച്ച ഉണ്ടാകുന്ന കാലമാണ്. ബുധനും സൂര്യനും ചേരുമ്പോഴാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നത്. ഇതും നല്ല ചിന്ത, സംസാരശേഷി, വ്യാപാരം, പഠനം എന്നിവയ്ക്കും വളരെയധികം സഹായകമാണ്. ഈ യോഗത്തിൻ്റെ സ്വാധീനത്താൽ ചില നക്ഷത്ര ജാതകർക്ക്, അതായത് ആശയവിനിമയം, മാധ്യമങ്ങൾ, പരീക്ഷകൾ, എഴുത്തു കുത്തുപണികൾ, വിപണനം അല്ലെങ്കിൽ ഡിജിറ്റൽ ജോലികളിലൂടെ വലിയ നേട്ടങ്ങൾ, ഇങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചകൾ കൈവരിക്കുവാൻ സാധിക്കുന്ന കാലമാണ്. നിങ്ങളുടെ വ്യക്തി ജാതകവും അനുകൂലമാണെങ്കിൽ ഇരട്ടി ഫലം ലഭിക്കും. മെയ് മാസത്തിൽ മംഗളാദിത്യ ബുധാദിത്യ രാജയോഗങ്ങൾ ത്രിഗ്രഹി യോഗത്തിൻ്റെ വിശാലമായ ഘടനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നതാണ്. സാമ്പത്തികമായി ബന്ധപ്പെട്ട ഭാവങ്ങളും തൊഴിൽ മേഖലകളെയും ബന്ധപ്പെട്ടും വളരെയധികം ശക്തിപ്പെടുകയും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട 3 രാശിക്കാർക്ക് വലിയ സാമ്പത്തികമായ പുരോഗതിയിലേക്കും കുതിക്കുവാനുള്ള ഒരു അവസരം തന്നെയാണ്. ഞാൻ ഈ പറയുന്ന 3 രാശിക്കാരായ ആളുകൾക്ക് ഈയൊരു കാലയളവിൽ വളരെ വലിയ വരുമാന സാധ്യതകൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ചിലർക്ക് നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ കടങ്ങൾ തീർക്കുവാനോ അതുമല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ഇടപാടുകൾ പൂർത്തീകരിക്കുവാനോ അല്ലെങ്കിൽ ലഭിക്കുവാൻ വൈകിപ്പോയ പണമിടപാടുകൾ കൈപ്പറ്റുവാനോ കഴിയുന്നതാണ്. അതുപോലെ മറ്റു ചിലർക്ക് സ്ഥാനക്കയറ്റമോ ഇഷ്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ അതുമല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങളോ ലഭിക്കുവാൻ ഇടയുള്ള കാലമാണ്. പലവരുടെയും മുൻകാല പ്രയത്നങ്ങൾക്ക് ഈ സമയം ഫലം കണ്ടു തുടങ്ങും. യുവാക്കളും യുവതികളെയും സംബന്ധിച്ച് ഈ കാലയളവ് ബുദ്ധിപരമായ റിസ്കുകൾ എടുക്കുവാൻ പ്രേരിപ്പിക്കും. അതുപോലെ ഇത്തരം യോഗങ്ങളിൽ ആസൂത്രണം, കൃത്യമായ ബഡ്ജറ്റ്, വ്യക്തമായ ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യമുള്ള സമയമാണ്. ഞാൻ ഈ പറയുന്ന ഭാഗ്യമുള്ള രാശിക്കാരായ നിങ്ങൾ അനാവശ്യമായി ഉണ്ടാകുന്ന ചിലവുകളെല്ലാം തന്നെ ഒഴിവാക്കി സമ്പാദ്യത്തിലും വിവിധ വരുമാന മാർഗങ്ങളിലും അതുപോലെ ദീർഘകാല നിക്ഷേപങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെയധികം ഗുണകരമാകും. അതുപോലെ ഈ 3 രാശികളിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. മംഗളാദിത്യ ബുധാദിത്യ യോഗങ്ങളോട് കൂടിയ ത്രിഗ്രഹി യോഗം എല്ലാവരുടെയും ജീവിതത്തിൽ ചില രീതിയിലുള്ള മാറ്റങ്ങൾ സമ്മാനിക്കുന്നതാണ്. ഓരോ വ്യക്തിയുടെയും ജാതകം അതുപോലെ നിങ്ങളുടെ നിലവിലുള്ള ദശാകാലം, സജീവമാകുന്ന ഭാവങ്ങൾ എന്നിവ അനുസരിച്ച് ഫലത്തിൽ പല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നതാണ്.
മെയ് മാസത്തിലെ പ്രധാന തീയതികൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും സാമ്പത്തികമായ കാര്യങ്ങളിലെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്താൽ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. സ്ഥിരമായ പ്രയത്നം, ധാർമ്മികമായ തിരഞ്ഞെടുപ്പുകൾ, ക്ഷമ എന്നിവ വളരെയധികം പ്രധാനമാണ്. രാജയോഗങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുമെങ്കിലും സ്ഥിരമായ പരിശ്രമവും അവസരങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കുന്നതിലൂടെയും യഥാർത്ഥ സമ്പത്ത് നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ രാജയോഗം വഴി നേട്ടങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം 15 നാഴികയിൽ ഉൾപ്പെടുന്ന ധനുരാശിക്കാരായ നിങ്ങൾക്ക് ത്രിഗ്രഹി യോഗവും മറ്റ് 2 രാജയോഗങ്ങളും ചേരുമ്പോൾ സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ബിസിനസ്സിൽ നല്ല ലാഭവും അതുപോലെ പുതിയ ബന്ധങ്ങൾ വഴി വലിയ വലിയ അവസരങ്ങളും ലഭിക്കുന്ന കാലമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. തീരുമാനങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വളരെ വലിയ നേട്ടം കൊയ്യുവാൻ കഴിയുന്നതാണ്. യാത്രകൾ കൊണ്ടും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമുള്ള ഭാഗ്യം ഉണ്ടാകും. ബമ്പർ ലോട്ടറി അടിക്കുവാൻ വരെ ഭാഗ്യമുള്ള സമയമാണ്. ഈ കാലം നിങ്ങൾ പറയുന്ന വാക്കുകളെല്ലാം തന്നെ ഫലപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തി നേടുന്നതാണ്. ആരോഗ്യം നല്ല രീതിയിൽ തൃപ്തികരമായി ഭവിക്കും. പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കുന്ന സമയം കൂടിയാണ്. പ്രതികൂലമായ എല്ലാവിധ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയും. സാമ്പത്തികമായ സ്ഥിതിയും വളരെയധികം മെച്ചപ്പെടുന്നതാണ്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. സുഹൃത്ത് സഹായത്താൽ വളരെ വലിയ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാനും സാധിക്കുന്ന കാലമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മേടം രാശിക്കാരാണ്. 3 രാജയോഗങ്ങളുടെയും ഒരുമിച്ചുള്ള ഈ വരവ് നിങ്ങളുടെ ജോലി, ബിസിനസ് എന്നീ മേഖലയിൽ വളരെ വലിയ പുരോഗതി സമ്മാനിക്കും. പുതിയ ജോലിക്കുള്ള അവസരങ്ങളും ഉയർന്ന വരുമാന മാർഗവും ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ കാലത്ത് പ്രമോഷൻ സാധ്യതയും വർദ്ധിക്കും. അതുപോലെ നിങ്ങൾ ശ്രമിക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഫലം കണ്ടു തുടങ്ങും. പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും അനുകൂലമായ സമയമാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അപര്യാപ്തതകളെ മനസ്സിലാക്കി ജീവിക്കുന്നതിൽ ആത്മസംതൃപ്തി തോന്നുന്നതാണ്. വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും. അതുപോലെ സന്താനങ്ങളുടെ നിർബന്ധത്താൽ ഗൃഹം വാങ്ങുവാൻ അന്വേഷണം ആരംഭിക്കുന്നതാണ്. രോഗപീഠകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് രോഗശമനമുണ്ടാകും. അതുപോലെ വ്യവസ്ഥകൾ പാലിക്കുവാൻ കഴിയുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകളിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്നതാണ്. ഏറ്റെടുത്ത കർമ്മങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചും വിജയത്തിലേക്ക് കുതിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി മന്ത്രം നിത്യവും ഉരുവിടുക. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം അനിവാര്യമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി 15 നാഴിക, ഉത്രട്ടാതി, രേവതി. മീന രാശിക്കാരായ നിങ്ങൾക്ക് വരുമാനവും ലാഭവും ഗണ്യമായി വർദ്ധിക്കുന്ന സമയമാണ്. മാത്രവുമല്ല പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും അലയടിക്കുന്ന കാലമാണ്. ദാമ്പത്യ ജീവിതത്തിലും കൂടുതൽ സൗഹൃദപരവും ശാന്തവും ഉണ്ടാകും. സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ആഗ്രഹിച്ച ജോലി, അതായത് സർക്കാർ ജോലി സാധ്യമാകും. അതുപോലെ തന്നെ നിലവിലുള്ള നിങ്ങളുടെ പാഠ്യപദ്ധതികൾ ഉപേക്ഷിച്ച് അനുഭവജ്ഞാനമുള്ളവർ പറയുന്ന തൊഴിൽ സ്വീകരിക്കുന്നതാണ്. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി യാതൊരു കാരണവശാലും ഇടപെടുന്നത് ഗുണകരമാകില്ല. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ മംഗളകർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ നിയന്ത്രണത്തിൽ നീക്കിയിരിപ്പ് വന്നു ചേരും. സുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ടാകുന്ന കാലമാണ്.
ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുകയും അന്നദാനം നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ. അശ്വതി ഭരണി കാർത്തിക 15 നാഴിക.